ഇപ്പോൾ ഈ ആംബുലൻസിൽ വന്ന ആൾക്ക്, ഈ കപ്പൽ ജീവനക്കാരന് മുഖത്തും കൈക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. വലതു കൈക്കും മുഖത്തും അദ്ദേഹത്തിന് പൊള്ളലേറ്റിട്ടുണ്ട്. എത്ര ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു വ്യക്തത ഈ ആശുപത്രി ഒരു വിശദീകരണം നൽകണം. ആ വിശദീകരണ കുറിപ്പ്, അതായത് ഇദ്ദേഹത്തെ ഈ കപ്പൽ ജീവനക്കാരെ ചികിത്സിച്ചതിന് ശേഷം ഇവരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗുരുതരമായ പരിക്കുള്ള രണ്ടുപേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇനിതാ മൂന്നാമത്തെ ആംബുലൻസ് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മൂന്നാമത്തെ ആംബുലൻസിൽ നിന്നും ഈ ജീവനക്കാരനെ പുറത്തേക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഈ ആളുകളൊക്കെ ഇവിടെ കൂടുന്നുണ്ട്. അതായത് ഈ കപ്പൽ ജീവനക്കാരെ ഇവിടേക്ക് എത്തിക്കുന്നു എന്നറിഞ്ഞത് മുതൽ തന്നെ ആളുകൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ ആംബുലൻസിൽ നിന്ന് മറ്റൊരാൾ കൂടി പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ അദ്ദേഹം നടന്ന് അകത്തേക്ക് കയറി. അദ്ദേഹത്തിന് വലിയ പരിക്കൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് മറ്റുള്ള ജീവനക്കാരെ കൂടി ഈ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. തായ്വാൻ സ്വദേശികളും ചൈന സ്വദേശികളും ബർമ്മ സ്വദേശികളും ഇപ്പോൾ ഇറങ്ങുന്ന അദ്ദേഹത്തിന് മുഖത്ത് സാരമായ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 6 പേരെ ഈ ആംബുലൻസ്, ഈ 3 ആംബുലൻസുകളിലായി 6 പേരെയാണ് ഇപ്പോൾ ഈ AJ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. 2 പേർക്കാണ് അവരെ സ്ട്രെച്ചറിൽ അകത്തേക്ക്, അതായത് അത്യാഹിത വിഭാഗത്തിൽ സ്ട്രെച്ചറിൽ കൊണ്ടുപോയിരുന്നു. അവർക്ക് കൈക്കും മുഖത്തിനുമൊക്കെ പരിക്കേറ്റിരുന്നു, ശരീരത്തിന് പരിക്കേറ്റിരുന്നു. ഇപ്പോൾ ഇതാ മറ്റുള്ള ആളുകളെ, മറ്റ് 3 പേരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് സാരമായ പരിക്ക് മാത്രമാണുള്ളത്. വലിയ ഗുരുതരമായ പരിക്കൊന്നുമില്ല, ആശ്വസിക്കാനുള്ള വകയുണ്ട്. അതുകൊണ്ട് അവരെ നടന്നാണ് അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. വലിയ രീതിയിലുള്ള പരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റുള്ള ആളുകൾ, അതായത് 5 പേരെ, ഇപ്പോൾ പരിക്കേറ്റ 5 പേരാണ് ഈ അകത്തേക്ക് AJ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇനി 18 പേരാണുള്ളത്. മറ്റുള്ള ആളുകൾക്ക് പരിക്കില്ല എന്ന് നേരത്തെ തന്നെ ആശുപത്രി അധികൃതർക്ക് ലഭിച്ച വിവരത്തിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ട് ഇനി മറ്റുള്ളവരെ എങ്ങോട്ടാണ്, അതായത് ഈ 13 പേരുണ്ട്. ഇനി ബാക്കി ഈ 13 പേരെ എമിഗ്രേഷൻ നടപടികൾക്ക് ശേഷം എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്ന കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കമ്പനി അധികൃതർ അതിലൊരു വ്യക്തത നൽകേണ്ടിയിരിക്കുന്നു, ഒരു വിശദീകരണം നൽകേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ 13 പേരെ എങ്ങോട്ട്, അവർക്ക് വലിയ പരിക്കില്ല എന്ന് പറയുന്നു. പ്രാഥമികമായ ചികിത്സ ഈ INS സൂറത്തിൽ തന്നെ ലഭ്യമാക്കിയിരുന്നു. അതുകൊണ്ട് മറ്റ് ഹോട്ടൽ മുറികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ താമസ സ്ഥലം അവർക്ക് കമ്പനി നൽകിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഉന്മേഷ് 5 പേരെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചത്. അതിൽ ആദ്യം വന്ന 2 ആംബുലൻസുകളിലുള്ള 2 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. അവർക്ക് മുഖത്തും കൈക്കുമൊക്കെ പരിക്കുണ്ടായിരുന്നു. മറ്റ് 3 പേർ, അതായത് മൂന്നാമത് വന്ന ഒരു ആംബുലൻസിലാണ് മറ്റ് 3 പേരുണ്ടായിരുന്നത്. അതിലൊരാൾക്ക് മുഖത്ത് സാരമായ പരിക്കുണ്ട്. മറ്റുള്ള ആളുകൾക്കൊന്നും വലിയ രീതിയിലുള്ള ഒരു പരിക്ക് ഇല്ലായിരുന്നു. പ്രാഥമിക ചികിത്സയുടെ ഒരു ആവശ്യം മാത്രമാണ് ഉണ്ടായത്. എന്തായാലും അവരുടെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ, ഈ കപ്പലെത്തി INS സൂറത്തെത്തി വളരെ വേഗത്തിൽ തന്നെ ഇവരുടെ ഇമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കി. പ്രത്യേകിച്ച് ഈ 2 പേർക്ക് കാര്യമായി തന്നെ പരിക്കുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലേ? പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ തയ്യാറല്ല, പിന്നീട് പ്രതികരിക്കാം എന്നാണ്. അതെ, ഈ പരിക്കേറ്റ 5 പേർക്കും പെട്ടെന്ന് തന്നെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഈ ആശുപത്രിയിലേക്ക് അവരെ എത്തിച്ചു. ആദ്യം അവർക്ക് അത്യാവശ്യം പെട്ടെന്ന് ചികിത്സ നൽകുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മംഗലാപുരം തുറമുഖത്ത് നിന്ന് ഈ 5 പേരെയും AJ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊരു സംശയമുണ്ടായിരുന്നു. ഇവരെ 4 പേരെയാണ് ഈ ആശുപത്രിയിൽ എത്തിക്കുക എന്നൊരു വിവരം കമ്പനി അധികൃതർ ആശുപത്രിക്ക് നൽകിയിരുന്നു. പക്ഷേ 5 പേരെയും എത്തിച്ചിട്ടുണ്ട്. അതിൽ 2 പേർക്കാണ് ഗുരുതരമായ പരിക്കുള്ളത്. അവർക്ക് കൈക്കും കാലിനും മുഖത്തുമൊക്കെ പരിക്കുണ്ടായിരുന്നു. മറ്റുള്ളവർ ആംബുലൻസിൽ നിന്ന് ഇറങ്ങി നടന്നാണ് അകത്തേക്ക് കയറിയത്. അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള പരിക്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 5 പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് 13 പേരെ എങ്ങോട്ടാണ് എത്തിക്കുക എന്ന കാര്യത്തിലൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവരുടെ എമിഗ്രേഷൻ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കാനുണ്ട്. അവർക്ക് വലിയ പരിക്കില്ലാത്ത ആളുകൾക്ക് കുറച്ച് സമയം വേണ്ടിവരും എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പുറത്തേക്ക് ഇറക്കിയ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ ആളുകളെ, ഈ കപ്പൽ ജീവനക്കാരെ കാണുമ്പോൾ മനസ്സിലാകുന്നത് പൊട്ടിത്തെറിയിലോ തീപിടുത്തത്തിലോ പൊള്ളലേറ്റു, അങ്ങനെയാണ് ഇവർക്ക് പരിക്ക് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ?
അതെ അതെ, അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ, അതായത് ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് പുറത്തേക്ക് അവരെ ഇറക്കിയ സമയത്ത് തന്നെ അതായത് ആദ്യ 2 ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു മുഖത്ത് പൊള്ളലേറ്റിട്ടുണ്ട്, കൈക്കും കാലിനും പൊള്ളലേറ്റിട്ടുണ്ട്. ആദ്യം വന്ന ആംബുലൻസിലുണ്ടായിരുന്ന ആൾക്ക് ശരീരത്തിൽ പലയിടങ്ങളിലും പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വന്ന ആംബുലൻസിലുള്ള ആൾക്ക് മുഖത്തും വലത് കൈക്കുമാണ് പൊള്ളലേറ്റിരിക്കുന്നത്. അത് കുറച്ച് ഗുരുതരമായ പരുക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. നേരത്തെ കമ്പനി അധികൃതരും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡുമൊക്കെ അക്കാര്യം വിശദീകരിച്ചിരുന്നു, നാവികസേനയുമൊക്കെ അക്കാര്യം വിശദീകരിച്ചിരുന്നു. മൂന്നാമത് വന്ന ആംബുലൻസിലുള്ളത് 3 പേരായിരുന്നു. അതിൽ ഒരാൾക്ക് മാത്രമാണ് മുഖത്ത് ചെറിയ രീതിയിലുള്ള പൊള്ളലേറ്റിരുന്നത്. അവർ നടന്നാണ് അകത്തേക്ക്, 3 പേരും നടന്നാണ് അകത്തേക്ക് കയറിയത്. മറ്റ് സാരമായ രീതിയിലുള്ള ചെറിയ പരിക്ക് മാത്രമാണുള്ളത്, വലിയ രീതിയിലുള്ള ഒരു പരിക്കൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് പ്രാഥമിക ചികിത്സയാണ് ഇനി ഈ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാക്കേണ്ടത്. മറ്റ് 2 പേർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ ഒരുക്കിയിരുന്നു. ആശുപത്രിയിൽ വിളിച്ച് കമ്പനി അധികൃതർ അത് നേരത്തെ 2 മണിക്കൂർ മുൻപ് തന്നെ, ഈ കപ്പലെത്തുന്നതിന് 2 മണിക്കൂർ മുൻപ് തന്നെ ഇവിടെ വിളിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്രകാരം അതൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ആ സമയത്ത് ഇവിടെ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള പോലീസ് സംവിധാനവും ഒരു സുരക്ഷയും ഒക്കെ ഏർപ്പാട് ചെയ്തിരുന്നു. ഇനി 13 പേരെ, ആ കപ്പലിലുണ്ടായിരുന്ന 18 പേരിൽ 13 പേർ പരിക്കില്ലാത്ത ആളുകളാണ്. അവരെ എങ്ങോട്ടേ മാറ്റും, അവരുടെ എമിഗ്രേഷൻ നടപടികൾ ഉൾപ്പെടെ എപ്പോൾ പൂർത്തിയാക്കും എന്ന കാര്യത്തിലൊക്കെ ആണ് ഇനിയൊരു നമുക്കൊരു വ്യക്തത വരേണ്ടത്. അത് അല്പസമയത്തിനകം തന്നെ അവരെ പുറത്തേക്ക് ഇറക്കും, അതായത് ഈ തുറമുഖത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്.